ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കട്ടയിൽ ശ്രീമതി ആനിസ് പീറ്ററിൻ്റെ ഭവനത്തിലാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഭവനത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ട മാതാവിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം. നമ്മൾ ചെറുപ്പകാലങ്ങളിലെ കാര്യങ്ങളൊന്ന് പറയാമോ? ചെറുപ്പത്തില് എനിക്ക് സ്കൂളിൽ പോണ മാത്രം ഇങ്ങനെ അത് ഓർമ്മയുള്ളൂ. അത് 3 സ്കൂളിലായിട്ട് പഠിച്ചത്. ആദ്യമേ കോതമംഗലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ കിഴക്ക് കുത്തൂഴി എന്ന് പറയും. അച്ഛനങ്ങൾ കിഴക്കോട്ട് പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കുത്തൂഴി എന്ന് പറഞ്ഞ അമ്മ വീട് അവിടെ. അപ്പൊ നമ്മുടെ അമ്മയുടെ അപ്പൻ അവിടെ കൊണ്ട് ചേർത്തു അവിടുത്തെ സ്കൂളില്. അപ്പൊ 1, 2 ഈ അമ്മയുടെ കൂടെ പഠിച്ച ടീച്ചർ അവിടെ പഠിപ്പിക്കണേ, എന്നെ പഠിപ്പിച്ചത്. 7ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി അന്ന് ടീച്ചറാവാൻ. അമ്മയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏലമ്മയുടെ മോളല്ലേ എന്ന് പറഞ്ഞ് എന്നെ 1 കയറ്റി വിട്ടു. എനിക്ക് ഞാൻ ഒന്നും എഴുതിയായിട്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2ാം ക്ലാസ്സിലായപ്പോ തോറ്റു. എനിക്ക് വാശിയായിരുന്നു, എനിക്ക് എല്ലാം വാശിയായിരുന്നു. എഴുതാൻ പറഞ്ഞാൽ എഴുതൂല, അങ്ങനെയൊക്കെയുള്ള വാശിയായിരുന്നു. അപ്പം എൻ്റെ മൂത്ത അച്ഛൻ, അമ്മയുടെ മൂത്ത ഇളയ ആങ്ങള ഇങ്ങനെ പുള്ളിക്ക് പഠിപ്പൊക്കെ ഉള്ള അന്നത്തെ ആ ചാച്ചൻ എന്നോട് പറഞ്ഞു, ആന്ന് എഴുതാൻ പറഞ്ഞു. ഇങ്ങനെ ഇത് കാണിച്ചത് എഴുതൂല എന്ന് പറഞ്ഞു. എഴുതുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു. ഞാൻ എഴുതൂല എന്ന് പറഞ്ഞു. ഒറ്റ അടി എനിക്ക് അവിടെ മൂത്രം ഒഴിച്ചു പോയി. അതങ്ങനെ. പിന്നെ അവിടെ തോറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ആങ്ങളുണ്ട്, ഞാൻ 4-ല്, ഞാൻ 2-ല്, ഞാൻ 4-ല്. അപ്പം ഞാനും തോറ്റു 4-ല്. അപ്പോൾ അപ്പച്ചന് വന്ന് ഇനി അവിടെ നിർത്തി ശരിയാവില്ല. എന്നിട്ട് മാതിരപ്പള്ളി സ്കൂളിൽ കൊണ്ടു, രണ്ടുപേരെ വേറെ സ്കൂളിലേക്ക്, മാതിരപ്പള്ളിയിലേക്ക്. അപ്പം ഞങ്ങളുടെ വീട് കോതമംഗലം കോളേജിൻ്റെ അടുത്താണ്. അപ്പം ഇവിടെ കൊണ്ട് ചേർത്തു. കഴിഞ്ഞ് പിന്നെ അങ്ങനെ 3, 4, 5 വരെ അവിടെ പഠിക്കണം. അച്ഛനൊക്കെ പഠിക്കുമ്പോൾ 10 കൃത്യം 10 ഉള്ളു. 10 കഴിഞ്ഞ് ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ 11 ക്ലാസ് ഉണ്ട്. 5 പിന്നെ 1st, 2nd, 3rd, 4th, 5th, 6th 6 ക്ലാസ് പഠിക്കണം. അങ്ങനെ അവിടെ പിന്നെ 5ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ ബേസില് അപ്പൊ ഈ ഇവിടെ മലയാളം മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ ചെന്നപ്പോ ഇംഗ്ലീഷ് തുടങ്ങി. അപ്പൊ സാർ ഇംഗ്ലീഷൊക്കെ പറയുമ്പോ വാട്ടീസ് പറഞ്ഞാൽ ഇങ്ങോട്ട് പഠിപ്പിക്കാം. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കുക വാട്ടീസ് പറഞ്ഞ സാറിനോട്. അങ്ങനത്തെ തമാശയൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ പഠിച്ച് 1st, 2nd, 3rd അങ്ങനെ പോന്നു. 6th വരെ പോന്നു. അത് കഴിഞ്ഞ് 6th കഴിഞ്ഞ് പിന്നെ കോളേജിൽ പോയി. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള വർഷങ്ങളാണ് സ്കൂൾ ജീവിതം. അത് ഞാൻ മറക്കില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേക ഇതായിരുന്നു. പ്രായം ആ സ്കൂൾ ഏജ് കഴിഞ്ഞ് കഴിയുമ്പോഴേ. പിന്നെ ഞാൻ മൂത്തത്, എൻ്റെ ആങ്ങള, പിന്നെ അനിയത്തിമാരാ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞല്ല എനിക്ക് സാധിച്ചു തന്നെ. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചു തന്നെ. അപ്പൊ ഇന്ന പാവാട വേണം, ഇന്ന ബ്ലൗസ്, അത് ഞാൻ സാധിപ്പിച്ചെടുക്കും. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഇത് വാശിയായിട്ട്. പിന്നെ പഠിക്കാനും എനിക്ക് ഒരു ഉത്സാഹം തോന്നി, ഞാൻ പഠിച്ചു. പിന്നെ കോളേജ് ചെന്നപ്പോൾ വിട്ടു മാറി. കോളേജില് മധുരകരമായ സ്കൂൾ ജീവിതത്തിന് ശേഷം കോളേജിലേക്കായി. ഇനി കോളേജ് ലൈഫിന് ശേഷം വിവാഹ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറയാമോ? കോളേജില് പ്രീ യൂണിവേഴ്സിറ്റി ഡിഗ്രി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കല്യാണമായി. എൻ്റെ വീട് കോതമംഗലം മാലിലാണ്. അവിടെ നിന്ന് കട്ടയിൽ ഹൗസ്. കല്യാണം കഴിഞ്ഞ് പിന്നെ 12 വർഷം അവിടെ താമസിച്ചു. തൃപ്പൂണിത്തുറയിൽ താമസിച്ചു. പിന്നെ ഇങ്ങോട്ട് പോന്നു. അത് ഡിസ്പെൻസറി ഇടാൻ വേണ്ടി തന്നെയായിട്ട് പോന്നതാണ്. അല്ല, ഞങ്ങളല്ലാണ്ട് വേറെ താമസിക്കാൻ പോകുന്നതല്ല. ഇവിടെ അങ്ങനെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ തുടങ്ങും. അപ്പച്ചൻ്റെ പേരും ജോലിയും ഒന്ന് പറയാമോ? അപ്പയുടെ ജോലി ഡോക്ടറായിരുന്നു. അപ്പൊ ഇനി മക്കളുടെ കാര്യം ഒന്ന് പറയാമോ? മക്കള് മോള കണ്ടനാട് കല്യാണം കഴിച്ചു. പിന്നെ
ജോളി മൂത്തത്, അവന് എറണാകുളത്ത്. പിന്നെ മധു, പിന്നെ സോണി, പിന്നെ 3 ആൺപിള്ളേർ. ഒരു പെണ്ണും 3 ആൺപിള്ളേരും. ഓക്കെ. അങ്ങനെ സന്തോഷകരമായിട്ട് ആ ഒരു ജീവിതവും കഴിഞ്ഞ് പോരുന്നു. ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഹോബീസ് കാര്യങ്ങളുണ്ടോ, നമ്മള് നേരം പോക്കായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്? അത് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് എന്നെ ഹോമിയോപ്പതിക്ക് വിട്ടു. ഹോമിയോപ്പതി പഠിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ ജോലി ഇതല്ലേ, ഇപ്പൊ ലാബറട്ടറി അതും പഠിപ്പിച്ച് പിന്നെ ഇതിലേക്കായി. ലാബറട്ടറിയുടെ പണിയായി എനിക്ക്. ഞാൻ എൻ്റെ പഠിച്ചു. അത് ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഒരു സ്വാർത്ഥതയായിരുന്നു. അന്ന് എനിക്കങ്ങനെ തോന്നിയില്ല. ഇന്ന് സ്നേഹം, അതൊരു സ്നേഹമായിരുന്നു. അതങ്ങനെ തോന്നിയില്ല. അപ്പോൾ കൂടി തന്നെ ലാബറട്ടറിയിൽ ഞാൻ സഹായിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനീസ് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ പറഞ്ഞു എല്ലാം പ്രത്യേകിച്ച് ഞാൻ പതുക്കെ മാറിയിരുന്നു. നമ്മുടെ പള്ളിയുടെ ഓഫീസില് ഒരു മാതാവിന്റെ ഒരു ചിത്രം തുന്നി വെച്ചിരിക്കുന്നത് കണ്ടു. അതപ്പോ അന്വേഷിച്ചപ്പോൾ അമ്മയാണ് അത് ചെയ്തതെന്നാണ് അറിഞ്ഞത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതെന്താണ്, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഒന്ന് പറയാമോ? ഇതിനൊരു കാരണമുണ്ട്. പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം, ഇങ്ങനെ പേപ്പർ തന്നെ ഇങ്ങനെ വായിച്ചോണ്ട് വേറെ ജോലിയൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ മരുമോള് അവൾ വന്നപ്പോൾ അവളുടെ ഒരു ആൻറ്റി ഇങ്ങനെ പടങ്ങൾ ചെയ്യുന്നുണ്ട്, മമ്മി അത് ചെയ്തു നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരെണ്ണം മാതൃകയായിട്ട് ഒരെണ്ണം കൊണ്ട് തന്നു എൻ്റെ കയ്യിൽ, ചെറുത്. അത് ഞാൻ തുന്നി പിന്നെ എനിക്ക് ഇതായി, തുന്നാന്നുള്ള ഇതായി. പിന്നെ വേറെ മേടിച്ച് ഞങ്ങൾ വരുത്തിച്ച് ബ്രോഡ്വേയിൽ, എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് ആദ്യം കുറെ പടങ്ങൾ മേടിച്ച്. ഇതിന് എന്തെങ്കിലും പേരുണ്ടോ? ഹാങ്കർ സ്റ്റിച്ച് എന്നാണ് പറയുന്നത്. അതപ്പോ ഇപ്പോൾ ഒരു ഹോബി ആയിട്ട് ജീവിതത്തിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് കിട്ടിയില്ല, പടമൊന്നും കിട്ടണില്ല. അതിന്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. ഓക്കെ. അത് ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്തു തരാമോ? കാണിച്ചു തരാം. ഇതിന് ഒത്തിരി സമയവും ഒത്തിരി ക്ഷമയൊക്കെ വേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു, അല്ലേ? കുറെ സമയം വേണം. കുറെ സമയം വേണം, ക്ഷമയും വേണം, അധ്വാനം തന്നെ. പടം തീർക്കാൻ 5-6 മാസം എടുക്കും. 5-6 മാസം എടുക്കും. അങ്ങനെ നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യില്, അല്ലേ? നമുക്ക് ഇതൊക്കെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാലോ? കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒത്തിരി പേര്, ഇപ്പൊ പാത്രിയർക്കീസ് ബാവയോ കാതോലിക്ക ബാവയ്ക്കോ ഒക്കെ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവർ കാണാൻ ചെല്ലുമ്പോൾ കൊടുക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെ അതൊക്കെ സാധിക്കട്ടെ ഒന്ന് പ്രാർത്ഥിക്കുക, ആശംസിക്കുകയൊക്കെ ചെയ്യാണ്. എന്തായാലും ഒരുപാട് ക്ഷമ വേണം അതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. ഒരു സാധാരണക്കാർക്കൊക്കെ ഒരു വെല്ലുവിളിയാണിത്. നമുക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടൊരു ഫാമിലിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് നമുക്ക് നന്നായിട്ടുണ്ട്. നമുക്ക് ഇനി ഇന്നത്തെ ഒരു തലമുറയോട് നമുക്ക് എന്താ ഒന്ന് സംസാരിക്കാനുള്ളത്? ഇന്നത്തെ തലമുറ ഒരു ഉപദേശം എന്താ കൊടുക്കാൻ ഉള്ളത്? പറയുകയാണെങ്കിൽ കൂടുതൽ ദൈവത്തോട് അടുക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് എന്തെങ്കിലും ആരോടെങ്കിലും വെറുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റുക. എൻ്റെ ഒരു പ്രത്യേക ഇത് ഞാൻ പറയുകയാണ്, ആരോടെങ്കിലും എന്തെങ്കിലും ക്ഷമിക്കാൻ വേഗം ക്ഷമിക്കുക. അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഉള്ളിൽ അത് വെച്ചോണ്ടിരുന്നാൽ പിന്നെ അത് അവരോടുള്ള പിന്നെ അത് കൂടി വരുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ അത് അപ്പൊ തന്നെ തീർക്കുക. ആരോടും വെറുപ്പിക്കാണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഉപദേശം ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ്. ഞാൻ പറയണ അങ്ങനെ തന്നെ, ആരും വെറുപ്പിക്കരുത്. എല്ലാവരും ഒരുപോലെ കണ്ടിങ്ങനെ പോവുക. എന്നാ തുടർന്നു. പ്രിയമുള്ളവരെ, ആങ്കർ സ്റ്റിച്ചിങ്ങിൻ്റെ അവസാന രീതിയിലേക്ക് നമ്മൾ വന്നു. ഇതാണ് ആങ്കർ സ്റ്റിച്ചിങ്ങിലൂടെ പ്രിയപ്പെട്ട മാതാവ് ഇപ്പോൾ നമുക്ക് തുന്നി തന്നത്. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷം. ഈ ഒരു കഴിവ് തമ്പുരാൻ തന്ന കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി ഒത്തിരി ഈ മേഖലയിൽ ശോഭിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ
ഈ സമയം വരെയും ഞങ്ങളോട് കൂടെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇത്ര മനോഹരമായിട്ടുള്ളൊരു ചിത്രം, ഞങ്ങൾക്ക് ഒരു പൂവിൻ്റെ ഒരു ചിത്രമാണ് അത് തുന്നി തന്നു. ഒത്തിരി സന്തോഷം. ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. എല്ലാത്തിനും സന്തോഷം. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമായ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരാളുമായിട്ട് പരിചയപ്പെടാം, വീണ്ടും കാണാം എന്നുള്ളൊരു പ്രത്യാശയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.